ഹായ് ഗായ്സ്, ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർ ജർമ്മൻ പഠിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് മീ. സോ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ജർമ്മൻ ക്രാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമ്മുടെ ലെയ്സൺ ഹ്യോറൻ നമ്മുടെ 4 മൊഡ്യൂളുകൾ വെച്ച് നോക്കുമ്പോൾ ഷ്രൈബനിലും സ്പ്രഷനിലും ഈസി, ലെയ്സനും ഹ്യോറനുമാണ്. സോ ഞാനൊരു 20 പാർട്ടായിട്ട് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 200 വേർഡ്സ് ഒരു വീഡിയോ സെക്ഷനായിട്ട് ഇടാം. ഐ തോട്ട് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ദ ഫസ്റ്റ് വൺ ഈസ് അപ്പെൻറ്റോറർ, ഇറ്റ് മീൻസ് അഡ്വെഞ്ചർ. ദെൻ ദി അബ്സിസ്റ്റ്, ഇറ്റ് മീൻസ് ഇൻറ്റൻഷൻ. ദെൻ ദി acceptance, the Anforderung, requirement, their Ansatz, approach, their Bereich, area or field, this Ergebnis, result or outcome, the Begründung, justification or reasoning, the Bedeutung, meaning, the Erwartung, expectation. So ഓരോ ദിവസമായിട്ട് ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 20 ഡേയ്സ് നമുക്കൊരു 20 പാർട്സ് ആയിട്ട് വീഡിയോസ് ഇടാം. സോ ഒരു 200 വേർഡ്സ് നിങ്ങളത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ you guys can crack the lesson and Hyoron exam so simply. സോ നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. ഒരുപാട് പൈസ മുടക്കിയാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ അതെല്ലാം ആലോചിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. സോ ഇഫ് യു ഗൈസ് വാണ്ട്, ഐ വിൽ ഓൾസോ ഷെയർ മൈ എക്സ്പീരിയൻസ് ഇൻ ഗോയിത്തെ എക്സാം ആൻഡ് ഞാൻ എങ്ങനെയാണ് ഈ 4 എക്സാമും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്തതെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് ലെയ്സണിലും ഹ്യോറനിലും എളുപ്പം ഷ്രൈബനും സ്പ്രഷനും ആയിരുന്നു. കാരണം ഞാൻ ഒരുപാട് ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. ആൻഡ് ഇഫ് യു ഗൈസ് ഹാവ് എനി ഡൗട്ട്സ്,